ഹായ് ഫ്രണ്ട്സ്, വളരെ അഭിമാനം അതുപോലെ തന്നെ വളരെയേറെ സന്തോഷവും തോന്നുന്ന ഒരു നിമിഷമാണ് നമ്മൾ ഓരോ ആൾക്കാരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ലോകത്തിലുള്ള എല്ലാ പേർക്കും രാജ്യത്തിന്റെ അതിർവരമ്പുകളില്ലാതെ സന്തോഷിക്കാവുന്ന നിമിഷം. നമ്മൾ അറിഞ്ഞു കാണും എല്ലാവരും, സുനിത വില്യംസും ബുച്ചും അങ്ങ് ബഹിരാകാശത്തു നിന്നും നമ്മുടെ മണ്ണിലേക്ക് തിരിച്ചു വരികയാണ്. ഉയരങ്ങൾ കീഴടക്കാൻ പോകുന്നവരുടെ പ്രതീക്ഷയും ഒപ്പം അവർക്ക് വലിയൊരു ഇൻസ്പിറേഷനുമാണ് ഈ രണ്ട് വ്യക്തികളും. അതായത് 9 ദിവസത്തെ ദൗത്യത്തിനായി നാസയിൽ നിന്നും യാത്ര തിരിച്ച അവർ ബഹിരാകാശത്ത് എത്തിച്ചേരുന്നു. പേടകത്തിനുണ്ടായ സാങ്കേതിക തടസ്സങ്ങൾ മൂലം ഇക്കഴിഞ്ഞ 10 മാസ കാലയളവുകളായി അവർക്ക് അവിടെ തങ്ങേണ്ടി വരുന്നു. പക്ഷെ അവർ അവിടെ ചിലവഴിച്ച സമയങ്ങളെല്ലാം തന്നെ പുതിയ പുതിയ പഠനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവർ വിധേയമാക്കിയത്. അവരവിടെ പരിഭ്രാന്തരാവുകയല്ല ചെയ്തത്. അവർ നാളെയുടെ ദൗത്യത്തിന് വേണ്ടിയിട്ട് പുതിയ പുതിയ കണ്ടെത്തലുകളാണ് നടത്തിയത്. അവർ അവിടെ നിന്നും അയച്ചു തന്ന ഓരോ സന്ദേശങ്ങളും ഓരോ മനുഷ്യരിലും ഉണ്ടാക്കിയത് പ്രചോദനമാണ്. നിലനിൽപ്പിന്റെയും അതുപോലെ തന്നെ ജീവിതത്തിൽ പോരാട്ടത്തിന്റെയും ഒരു വീര്യമാണ് അവർ നമുക്ക് കാണിച്ചു തന്നത്. നീണ്ട നാളത്തെ ബഹിരാകാശത്ത് ജീവിതത്തിന് ശേഷം അവർ നമ്മുടെ ഭൂമിയിലേക്ക് തിരികെ എത്തുകയാണ്. നമ്മൾ പണ്ട് കുട്ടിക്കാലത്ത് ആകാശത്തെ അമ്പിളി അമ്മാവനെ നോക്കി കരഞ്ഞിട്ടുണ്ട്. ആ ആകാശത്തിന്റെ വിദൂര ദൂരയിലുള്ള ഏതോ ഒരു കോണിലെ ഒരു ചെറിയൊരു സ്പേസ് സെന്ററിൽ നിന്നും ഈ വിശാലമായ ഭൂമിയിലേക്ക് അവർ തിരികെ എത്തുമ്പോൾ അവരുടെ ലൈഫ് നമുക്കൊരു പ്രചോദനം തന്നെയാണ്. പക്ഷേ മടങ്ങി വരുന്ന അവർ കാത്തിരിക്കുന്നത് വളരെ വേദനിക്കുന്ന ഒരുപാട് കാര്യങ്ങളായിരിക്കും. െത്തുന്ന അവർക്ക് ഒരു ചെറിയ ഭാരം പോലും ഉയർത്തുവാൻ സാധിക്കില്ല. ഒപ്പം അവരുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ, ഇതെല്ലാം തരണം ചെയ്ത് തീർച്ചയായിട്ടും അവർ പുതിയ പടവുകൾ കയറുക തന്നെ ചെയ്യും. കാരണം അവരുടെ ഡെഡിക്കേഷൻ നമ്മൾ കണ്ടതാണ്. ഇനി പുതുതായിട്ട് ബഹിരാകാശ നിരീക്ഷണത്തിന് പോകുന്നവർക്ക് തീർച്ചയായിട്ടും വളരെ പ്രചോദനമാവുന്ന ഒരു ലൈഫ് തന്നെയാണ് അവർ നമുക്ക് മുന്നിൽ കാണിച്ചു തന്നിരിക്കുന്നത്. ഈ വരുന്ന ബുധനാഴ്ച പുലർച്ചെ അവർ ഭൂമിയിലേക്ക് തിരികെ എത്തുകയാണ്. ഭൂമിയിലേക്ക് തിരികെ എത്തുന്ന അവരെ സ്വാഗതം ചെയ്യാൻ ലോകം മുഴുവൻ കാത്തിരിക്കുകയാണ്. അഭിമാനമാണ് ഓരോ ആൾക്കാർക്കും. നമുക്കും തലയുയർത്തി പറയാം, സുനിത വില്യംസും ഒരു ഇന്ത്യക്കാരി കൂടിയാണെന്ന്. അത്ര അഭിമാനത്തിന്റെ നിമിഷത്തിലാണ് നമ്മൾ ഓരോ ആളുകളും കടന്നു പോകുന്നത്. ഭൂമിയിലേക്ക് തിരികെ എത്തുന്ന അവർക്ക് നമുക്ക് എല്ലാവർക്കും ഇരു കരങ്ങൾ നീട്ടി അവരെ സ്വാഗതം ചെയ്യാം. അവരുടെ ആരോഗ്യം വളരെ സുരക്ഷിതമായിട്ട് തന്നെ ഇരിക്കട്ടെ. അവർ ഹെൽത്തി ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ അവരുടെ പഴയ ജീവിതത്തിലേക്ക് അവർ തിരികെ എത്തട്ടെ എന്നും നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം എല്ലാവർക്കും നല്ലത് മാത്രം നേരുന്നു. അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.